students, in this video let us discuss forgetting. മറവി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Forgetting is the loss of the ability to recall or recognize something learned earlier. മുൻകാലങ്ങളിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പിന്നീട് ഓർത്തെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടിനെയാണ് മറവി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു എബിലിറ്റിയുടെ കുറവിനെയാണ് നമ്മൾ forgetting എന്ന് വിളിക്കുന്നത്. Forgetting is the loss of ability to recall or recognize something learned earlier. ഓക്കെ, പല തരത്തിലുള്ള മറവികളുണ്ട്. പാസീവ് ഓർ നാച്ചുറൽ ഫോർഗെറ്റിംഗ് ആണ് ആദ്യത്തേത്. In this, there is no intention of forgetting on the part of the individual. അതായത് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മറക്കാനുള്ള യാതൊരു ഇൻറ്റൻഷനായിട്ടുള്ള ശ്രമവും ഇല്ല, മനഃപൂർവ്വമായിട്ടുള്ള ശ്രമവും ഇല്ല, പക്ഷേ തനിയെ മറന്നു പോകുന്നു. അതാണ് പാസീവ് ഓർ നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്നതിനെ വിളിക്കാൻ കാരണം. ഓക്കെ, ഇൻഡിവിജ്വൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ഇസ് ആക്റ്റീവ് ഓർ മോബിഡ് ഫോർഗെറ്റിംഗ്. In this, the individual deliberately try to forget something. ചില കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് ശ്രമിക്കുന്നു വ്യക്തി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് ഓർ മൊബിഡ് ഫോർഗെറ്റിംഗ്. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങളാണ് മറവി ഉണ്ടാവാൻ ഇടയാക്കുന്നത്? Some of the main causes of forgetting are discussed below. First one is inadequate impression. Lack of interest and poor motivation results in inadequate impression at the time of learning, which in turn lead to forgetting. അതായത് ചില കാര്യങ്ങളോട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, താല്പര്യമില്ല. അപ്പോൾ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കണ്ട് പരിചയപ്പെട്ടു, പക്ഷെ നമ്മൾ പെട്ടെന്ന് മറന്നു. പക്ഷേ നമ്മളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? അയാളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അയാളുടെ ക്യാരക്ടർ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് നമ്മുടെ മനസ്സിലൊരു ആഡിക്വേറ്റ് ആയിട്ടുള്ള മതിയായിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കാൻ ചില കാര്യങ്ങൾക്ക് സാധിക്കുന്നില്ല, അത് നമ്മൾ മറന്നു പോകുന്നു. അതായത് ഇൻആഡിക്വേറ്റ് ഇംപ്രഷൻ. ഓക്കെ, മതിയായതല്ലാത്ത ഇംപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാപ്സ് ഓഫ് ടൈം. ദ മെമ്മറി ട്രേസസ് ഗെറ്റ് വീക്കർ ആൻഡ് വീക്കർ അൺടിൽ ഇറ്റ് ഫെയ്ഡ്സ് അവേ ടോട്ടലി. കാലം കഴിയുന്തോറും ഓർമ്മകൾ മങ്ങും. ഓക്കെ, അപ്പം ഓർമ്മശകലങ്ങളാണ് മെമ്മറി ട്രേസസ്. അങ്ങനെ എന്താ പറയുക, ദുർബലമായിക്കൊണ്ടേയിരിക്കും സമയം കടന്നു പോകുന്നതിനനുസരിച്ച്. അങ്ങനെയാണ് സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫൊഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻ്റർഫിയറൻസ് ഓഫ് ന്യൂ ലേണിംഗ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പഴയവ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, forgetting may also cause due to the interference of new learning, which causes inhibiting effect on one learning experience on other. അതായത് ചിലപ്പം പുതിയ കാര്യം പഠിക്കുകയോ പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ പഴയ ആൾക്കാരെയും പഴയ പഠിച്ച കാര്യങ്ങളും മറന്നു പോകാം. അല്ലെങ്കിൽ ഈ പുതിയ ആൾക്കാരെ പെട്ടെന്ന് മറന്നു പോകും, പഴയ ആൾക്കാരെ മറക്കത്തേയില്ല. അങ്ങനെയുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയായിരിക്കും, പുതിയ പുതിയ കാര്യങ്ങളൊന്നും വല്ലാണ്ട് മനസ്സിൽ തങ്ങുന്നില്ല. പഴയ പാട്ടുകളെ പറ്റിയിട്ട് പലരും പറയാറുണ്ട് അങ്ങനെ. ഇത് പുതിയ പാട്ടൊക്കെ പെട്ടെന്ന് മറന്നു പോവുകയാണ്, പക്ഷേ പഴയ പാട്ടുകൾ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ പുതിയവ പഠിക്കുമ്പം മറന്നു പോവും. അതേസമയം പുതിയതിനെ ഒന്നിനെയും ഓർക്കാൻ പഴയതിൻ്റെ ഓർമ്മകൾ സമ്മതിക്കുന്നില്ല എന്നും വരാം. അപ്പോൾ അങ്ങനെ അതാണ് ഇൻ്റർഫിയറൻസ് ഓഫ് ന്യൂ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇഷ്ടപ്പെടാത്ത വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ മനഃപൂർവ്വം മറക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ നിന്നും അത് അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരമാവധി ട്രൈ ചെയ്യും. ആ ഓർമ്മകൾ കഴിയുന്നത്ര എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുക, ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക, ആ വ്യക്തികളുമായിട്ട് സമ്പർക്കം ഇല്ലാതിരിക്കുക. അങ്ങനെ അതിനെ മറക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കും.
നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ചില ഇൻഡിവിജ്വൽസിൻ്റെ. അത്തരം ഓർമ്മകളെ ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് അത്തരം ഡെലിബറേറ്റ് ആയിട്ടുള്ള മറവി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റിപ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ, ദ പെയിൻഫുൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എക്സ്പീരിയൻസസ് ആർ ഫോഴ്സ്ഡ് ഡൗൺ ടു ദ അൺകോൺഷ്യസ് ലെയർ ഓഫ് ദ മൈൻഡ്, thus resulting in forgetting of such experiences. It is a kind of defense mechanism by which the individual safeguard themselves from painful experiences. Okay, ഇനി ഇമോഷണൽ ഡിസ്റ്റർബൻസസ് അതെങ്ങനെയാണ് മറവീനെ സഹായിക്കുന്നത് നോക്കാം. സഡൻ റൈസ് ഓഫ് ഇമോഷൻസ് ലൈക്ക് ആങ്സൈറ്റി, ഫിയർ, ആങ്കർ എക്സെട്ര ഇൻ എൻ എക്സസീവ് വേ വിൽ ഹിൻഡർ ഓർ ബ്ലോക്ക് ദ പ്രോസസ് ഓഫ് റീകോൾ. പെട്ടെന്ന് നമുക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയാറില്ലേ, ആ ഒരു സാഹചര്യത്തിൽ ഞാനൊന്നും ഓർക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പം നമ്മളാകെ ഭയങ്കര ആകാംക്ഷ അല്ലെങ്കിൽ പേടി, എന്താ പറയുക, ദേഷ്യം, ഇവയൊക്കെ ആയിട്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള കടുത്ത വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ ഓർമ്മിക്കാനുള്ള ശക്തിനെ ബ്ലോക്ക് ചെയ്യും ഇത്തരം വികാരങ്ങൾ. അപ്പം അത് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആണ്. നൗ ഓൾട്ടറേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഓർക്കാനുള്ള അല്ല മറവിക്ക് സഹായിക്കുന്ന കാര്യമാണിത്. ഓൾട്ടറേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻസ് ബിറ്റ്വീൻ ടൈം ഓഫ് ലേണിംഗ് ആൻഡ് ടൈം ഓഫ് റീകോൾ മേ സംടൈംസ് റിസൾട്ട് ഇൻ ഫോർഗെറ്റിംഗ്. അതായത് നമ്മൾ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യം വേറെയും അത് ഓർക്കേണ്ടുന്ന സാഹചര്യം വേറെയുമാണെങ്കിൽ നമുക്ക് ചിലപ്പം അത് ഓർമ്മ വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സുന്ദരമായിട്ടുള്ളൊരു ഏരിയയിലിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു, ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ട്, കാണാതെ പഠിച്ചത് പറയാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ സിറ്റുവേഷൻ ആകെ ഡാർക്കാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസസ്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ടീച്ചർ, പിന്നെ ആകെ ബഹളം, പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഒരു ടാഗ് ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഹാൾ ടിക്കറ്റ് മറന്നൊക്കെ പോയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആകെ ഇമോഷണലിയും അല്ല, നമ്മൾ പഠിച്ച ഒരു സാഹചര്യമേ അല്ല ആ ഒരു ഓർത്തെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ. ആ സമയത്ത് നമുക്ക് എന്ത് തോന്നും, ചിലപ്പം പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഓൾട്ടറേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ചോദകമാണല്ലോ. അപ്പം ഈ ചോദകം നമുക്ക് പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ചോദകം എപ്പോഴില്ല, അത് ഓർക്കേണ്ടി വരുന്ന സമയത്തില്ല, അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണമെന്നില്ല. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവാറില്ലേ, നമ്മുടെ ഈ പ്രാഞ്ചിയേട്ടനിൽ കണ്ടിട്ടുണ്ടല്ലോ, അയാൾ ഭയങ്കര ഭംഗിയായിട്ട് പ്രസംഗമൊക്കെ പഠിച്ചു പോകുന്നു, പക്ഷേ അയാൾക്ക് സ്റ്റേജ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മുൻപുണ്ടായിരിക്കുന്ന കുറച്ച് പിന്നെ ഡിസ്റ്റർബൻസസ് അയാളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ, അതുപോലെ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾട്ടറേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻസ്. നെക്സ്റ്റ് ഇസ് ബ്രെയിൻ ഇഞ്ചുറി. People suffering from brain injury may forget or are found to have very weak capacity to retain or recall the information stored in the memory. ഓക്കെ, നമുക്കത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലോ. ബ്രെയിൻ ഇഞ്ചുറി ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഒന്നുകിൽ മറന്നു പോവും, അല്ലെങ്കിൽ എന്താ പറയുക, ഓർമ്മിക്കാനുള്ള ശക്തി വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഇസ് ലോ ഐ ക്യു വളരെ കുറഞ്ഞ, ഇൻ്റലിജൻസ് ലെവൽ ലോ ആയിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് പോകുന്നത്, തിയറി ഓഫ് ഫോർഗെറ്റ്. നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തെടുക്കാനോ വേർതിരിച്ചറിയാനോ വീണ്ടും പഠിക്കാനോ ഒക്കെയുള്ള എന്താ പറയുന്നത് സാഹചര്യമില്ലായ്മയോ അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലായ്മേനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മറവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർഗെറ്റിംഗ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട് പല ശാസ്ത്രജ്ഞന്മാർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാരണങ്ങൾ എന്തുകൊണ്ട് നമുക്ക് മറന്നു പോകുന്നു എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടുന്നത്
കുറച്ച് തിയറികളാണ്. ഫസ്റ്റ് വൺ ഇസ് ഡീകേ തിയറി, the interference theory, the repressive forgetting and the obliteration theory. ഈ എല്ലാ തിയറീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടെ എന്തുകൊണ്ടാണ് തിയറീസ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഫൊഗറ്റിംഗ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കും. ഓക്കെ, ഒരു വസ്തു ഉപയോഗിക്കാണ്ടിരുന്നാൽ, പ്രത്യേകിച്ച് ഇരുമ്പ് വസ്തുക്കളൊക്കെ ഉപയോഗിക്കാണ്ടിരുന്നാൽ തുരുമ്പെടുത്തു പോകും നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധി തുരുമ്പെടുത്ത് പോകുന്നത് പോലെ. തുരുമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ദ്രവിച്ച് ഇല്ലാതെയാവും അല്ലേ. അപ്പം അതുപോലെ ഒരു കാര്യമാണ് ഈ ഡീകേ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഡീകേ തിയറി, ദ മെമ്മറി ട്രേസ് ഡിറ്റീരിയറേറ്റ് അൺലെസ് ഇറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഡിറ്റീരിയറേറ്റ് ആയി പോകും, അതായത് ഡീകേ ആയി പോകും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് മെറ്റബോളിക് ആക്ഷൻ ഓഫ് സെൽസ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ, നമ്മുടെ നാഡീവ്യവസ്ഥയിലെ കോശങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെറ്റബോളിക് ആക്ഷന് വിധേയമാകും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഓർമ്മകൾ നശിച്ചു പോകുന്നത്. ഓക്കെ, മിയർലി ദ ലാപ്സ് ഓഫ് ടൈം മേ ബി റെസ്പോൺസിബിൾ ഫോർ ഫൊഗറ്റിംഗ്. ചിലപ്പം സമയം കഴിയുന്നത് മാത്രം ഒരു കാരണമാവാം. അത് ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ പെട്ടെന്ന് സമയം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ചിലപ്പം അത് മറന്നു പോകാനുള്ളൊരു കാരണമായി വരുന്നത്. ഓക്കെ, ഡീകേ തിയറിസ്റ്റ് സ്ട്രെസ് ദ നോഷൻ ദാറ്റ് ദർ ഇസ് എ ലിമിറ്റഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ദാറ്റ് ഡീകേ ഓഫ് മെമ്മറി ക്യാൻ ബി പ്രിവെൻറ്റഡ് ത്രൂ റിഹേഴ്സൽസ്. അതായത് നമ്മുടെ ബുദ്ധിയിൽ, സത്യത്തിൽ എല്ലാവരുടെയും ബുദ്ധിയിൽ ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അതിന് താങ്ങാവുന്ന ഇൻഫർമേഷൻസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം പുതിയ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് പഴയത് യൂസ് ചെയ്യാത്ത സംഭവങ്ങൾ എന്ത് ചെയ്യും, ഫെയ്ഡായി മങ്ങിപ്പോവും. അത് എന്താ പറയുന്നത്, അതിന് നാശം സംഭവിക്കും. അപ്പം എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അത് റിഹേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങളോട് പറയാറില്ല ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ആവർത്തിച്ച് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ മനസ്സിൽ ഉറപ്പിക്കാനാണ്. ഒരു പ്രാവശ്യം പഠിച്ചു ഞാൻ റെഡിയാണ് എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. നമ്മൾ യൂസ് ചെയ്യാതെ കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് റിഹേഴ്സലിലൂടെ, അതായത് ആവർത്തിച്ച് അത് ചെയ്യുന്നതിലൂടെയോ പഠിക്കുന്നതിലൂടെയോ ഓർക്കുന്നതിലൂടെയോ ഒക്കെയാണ് നമുക്കത് ആ ഓർമ്മ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അതാണ് ഡീകേ തിയറി പറയുന്നത്. They point out that a person can process only so much information during a given period of time, and that rehearsal prevents the decay process chiefly by keeping the material active in memory. അതായത് ഇവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഇൻഫർമേഷൻസിനെ മാത്രം പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവേ നമ്മുടെ ബ്രെയിനിനുള്ളൂ. അപ്പം കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് റിഹേഴ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മറവിയെ തടയുന്നതാണ്. റിഹേഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ ആ മെറ്റീരിയൽ അവിടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ അറിവ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ ആക്റ്റീവ് ആവില്ല. ആ മെറ്റീരിയലിനെ ആക്റ്റീവ് ആക്കി നിർത്തിയെങ്കിൽ മാത്രമാണ് അത് ബുദ്ധിയിൽ റിട്ടൈൻ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വെൻ ദ ഇൻഡിവിജ്വൽ സ്റ്റോപ്സ് റിഹേഴ്സിങ്, ഡീകേ ഓഫ് ദ മെമ്മറി ബിഗിൻസ് ക്വൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് എനി ഇൻ്റർഫിയറൻസ്. ഒരു ഇടപെടലും വേണ്ടി വരില്ല, ഉടനെ തന്നെ അത് ഡീകേ ആയി പോകും. എന്ത് ചെയ്യുന്നില്ലെങ്കിൽ, റിഹേഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ. ദാറ്റ്സ് ഓൾ. അടുത്ത തിയറിയുടെ പേരാണ് ഓബ്ലിറ്ററേഷൻ ഓഫ് ദ ട്രേസ്. Another view of forgetting that postulates a strong failure focused on sudden destruction of new trace of memory rather than slow deterioration through disuse. This is called obliteration theory. Obliteration theory postulates that certain conditions occurring soon after the experience eradicate the memory trace before it becomes permanent. ഈ ഓബ്ലിറ്ററേഷൻ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് ഒരു സംഭവം കടന്നു വരികയാണ്. അത് മനസ്സിൽ നന്നായി പതിയുന്നതിന് മുൻപ് എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസസ്, ഇതിനെ തടയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസസ് നമുക്കുണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റേ കാര്യം ഓർക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ട ഒരു വ്യക്തിയോട് നമ്മളിങ്ങനെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്, കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി, മലയാളിയാണ്. അപ്പം അയാളോട് നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പേര് പറഞ്ഞു അയാൾ. പക്ഷെ ആ സമയത്താണ് അതിലൂടെ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നു, പോലീസ് പിന്നാലെ ഓടുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി ആ ഓളത്തിൽ അങ്ങോട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റേഷനെത്തിപ്പോൾ ഇറങ്ങുകയും ചെയ്തു. ആ വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ ഓർക്കൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ ഇംപ്രിൻറ്റഡ് ആവുന്നതിന് മുൻപേ തന്നെ വേറൊരു എക്സ്പീരിയൻസ് അതിനെ അങ്ങോട്ട് എന്ത് ചെയ്തു, ഓവർലാപ്പ് ചെയ്തു. അത്തരം ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആദ്യം പഠിക്കാൻ നമ്മൾ ശ്രമിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്നില്ല. ഇതാണ് ഓബ്ലിറ്ററേഷൻ ഓഫ് ദ ട്രേസ് എന്ന് പറയുന്ന തിയറി. ഓക്കെ, അടുത്ത തിയറി ഇൻ്റർഫിയറൻസ് തിയറിയാണ്. ഇൻ്റർഫിയർ ചെയ്യാന്ന് വെച്ചാൽ ഇടപെടുക എന്നാണ്. ആവശ്യമില്ലാതെ ഇടപെടുക എന്ന് പറയാറില്ലേ, ഇൻ്റർഫിയർ ചെയ്യുക, നീ എൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം, ആ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വേറൊരു കാര്യം പഠിച്ചു, പുതിയ കാര്യം പഠിച്ചപ്പോൾ പഴയ കാര്യം മറന്നുപോയി. അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പം മറ്റൊന്നിൻ്റെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഇൻഫർമേഷൻ്റെ ഇടപെടൽ കൊണ്ട് നമ്മളുടെ പഠിച്ചു വെച്ച ഒരു കാര്യം മറന്നു പോകുന്നു എന്നുള്ളത് ആണ് ഇൻ്റർഫിയറൻസ് തിയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണ്ട് അവിടെ ഒരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പുതിയതൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പുതിയതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, പഴയ സംഭവങ്ങൾ പഠിച്ചത് ഇങ്ങനെ തെളിഞ്ഞ് കിടപ്പുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിലും അതും ഇൻ്റർഫിയറൻസ് തിയറിയാണ്. പഴയതിൻ്റെ ഓർമ്മകൾ പുതിയതിനെ ഓർമ്മിപ്പിക്കാൻ എന്താ പറയുക, തടയുകയാണ്. അതുപോലെ അപ്പം ഈ ഒരു സംഭവത്തിന് 2 ടൈപ്പായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് 2 ടൈപ്പ് തന്നെയാണ്, അതിന് പേരൊക്കെ ഉണ്ട്. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, നെക്സ്റ്റ് ഇസ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ വഴി നമുക്കത് പറയാം കേട്ടോ. ഒരു കുട്ടി എഴുതി പഠിക്കുകയാണ് ക്യൂവിൻ്റെ സ്പെല്ലിങ്, QUEUE. ഇത് അവൻ കഷ്ടപ്പെട്ട് എഴുതി പഠിക്കുകയാണ്. അതൊക്കെ പഠിച്ച് മിടുക്കനായി കഴിഞ്ഞപ്പോൾ അവനെന്ത് പുതിയൊരു വേർഡ് കിട്ടി. പുതിയൊരു വേർഡ് അവനെ പഠിപ്പിക്കുകയാണ്, ക്വീൻ എന്നുള്ള വാക്ക്. അപ്പം ക്വീൻ എന്ന വാക്ക് പുതിയൊരു വേർഡാണ്. പക്ഷേ പഴയ ക്യൂ എന്ന് പറയുന്ന സ്പെല്ലിംഗ് പഠിച്ചതുകൊണ്ട് ഈ ക്വീൻ എന്ന് പറയുന്ന സ്പെല്ലിംഗ് അവന് ബുദ്ധിമുട്ടായി മാറുകയാണ് പഠിക്കാനായിട്ട്. അവൻ എപ്പോഴും എന്താണ് എഴുതുക, ആ ക്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ അവൻ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് എഴുതും. പിന്നെ ക്വീൻ അളക്കണമല്ലോ എന്ന് വെച്ചിട്ട് EEN എഴുതും. ഓക്കെ, ക്വീൻ അവൻ എഴുതി വരുമ്പോൾ അത് ഹിയർ ദ പ്രീവിയസ്ലി ലേൺഡ് വേർഡ് ക്യൂ ഇൻ്റർഫിയർഡ് വിത്ത് ദ റിട്ടൻഷൻ ഓഫ് ദ വേർഡ് ലേൺഡ് ലേറ്റർ ക്വീൻ. അപ്പം ക്വീൻ എന്ന് പറയുന്ന പുതിയ വേർഡ് പഠിച്ചത് ശരിയാവാത്തതിൻ്റെ കാരണം പഴയ വാക്ക് ക്യൂ എന്ന് പറഞ്ഞ പഴയ വാക്ക് മനസ്സിൽ കിടപ്പുള്ളത് കൊണ്ടാണ്. കൺഫ്യൂസ്ഡ് ആണ്. ഒരിക്കലും ക്വീൻ അവന് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അവൻ എഴുതാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ ക്യൂ കയറി വരും. ഓക്കെ, അതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ഒക്കേഴ്സ് വെൻ മെമ്മറി ഓഫ് ദ ഏർലിയർ ലേണിംഗ് ഇൻ്റർഫിയേഴ്സ് വിത്ത് റീകോൾ ഓഫ് ദ മെറ്റീരിയൽ ലേൺഡ് ലേറ്റർ. രണ്ടാമത് പഠിച്ചിട്ടുള്ള, ലേറ്ററായിട്ട് പഠിച്ചിട്ടുള്ള മെറ്റീരിയലിനെ റീകോൾ ചെയ്യുന്നതിൽ നിന്നും ഇൻ്റർഫിയർ ചെയ്യുന്നത് എന്താണ്, ഏർലിയർലി ലേൺഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഇതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷനും പഠിക്കുക, ആ ക്യൂ എന്നുള്ള എക്സാമ്പിൾ ഓർത്തും വെക്കുക. സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇത് ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഇതും നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഒരു കുട്ടി ഒരു സ്പെല്ലിംഗ് പഠിച്ചു, റാബിറ്റ് എന്ന് പറയുന്നത് RABBIT പഠിക്കും. അത് കഴിഞ്ഞിട്ട് അവന് അത് വായിക്കാനും എഴുതാനും ഒക്കെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ഹാബിറ്റ് എന്ന വാക്ക് പഠിച്ചു. അതിനാണെങ്കിൽ ഒരു BA ഉള്ളൂ, HABIT. അത് കഴിഞ്ഞിട്ട് അവന് റാബിറ്റ് എന്ന വാക്ക് എഴുതേണ്ടി വരുന്ന സമയത്ത് അവൻ ആ B ഇടാൻ മറന്നു പോകുന്നു, പുതിയ ഹാബിറ്റ് പഠിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള വാക്ക് ആ പഴയതിനെ ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും അവനെ തടയുന്നു. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പം അത്തരം ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇൻ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ
later learning interferences with the recall of earlier learning. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത തിയറി റിപ്രസീവ് ഫൊഗറ്റിംഗ് ആണ്. അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ് കേട്ടോ. In this type of forgetting is caused by factors within the individual such as hopes, anxieties and frustrations that makes a person want to forget. Freud called this exclusion of unwanted thoughts from awareness as repression, and such forgetting is now referred to as motivated or repressive forgetting. For Freud, repression is a key factor not only in the memory but in the whole personality. Next is repressive forgetting. അതായത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ല. അപ്പം അത് നമ്മുടെ മനസ്സ് തന്നെ എന്ത് ചെയ്യും, ചില ആങ്സൈറ്റി ആയിട്ടും ഹോപ്സ് ആയിട്ടും അതുപോലെ ഫ്രസ്ട്രേഷനൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഇഷ്ടമല്ല. ആ കാര്യങ്ങൾ തനിയെ അങ്ങോട്ട് മറന്നു പോകും. അത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല, പക്ഷേ നമ്മുടെ മനസ്സ് അത്തരത്തിലുള്ളൊരു ഡിഫെൻസ് മെക്കാനിസത്തിൽ ഏർപ്പെടും അത്തരം കാര്യങ്ങൾ മറക്കുന്നതിനായിട്ട്. വി വോണ്ട് ടു എക്സ്ക്ലൂഡ് സച്ച് മെമ്മറീസ് ഫ്രം അവർ മൈൻഡ്. അപ്പോൾ ആ ഒരു കാര്യം ഏറ്റെടുത്ത് ബോഡി അങ്ങോട്ട് ചെയ്തോളും. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ പുറമേയുള്ള ഫാക്ടേഴ്സ് അല്ല, നമ്മുടെ ഇൻസൈഡുള്ള ഫാക്ടേഴ്സാണ് ഓർമ്മകളെ മായ്ച്ചു കളയുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ് റിപ്രസീവ് ഫൊഗറ്റിംഗ്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, this type of forgetting is caused by factors within the individual such as hopes, anxieties and frustrations that makes a person want to forget. Freud called this exclusion of unwanted thoughts from awareness as repression, and such forgetting is now referred to as motivated or repressive forgetting. Okay, for Freud, repression is the key factor not only in the memory but in the whole personality. Now the strategies for remembering or memorizing. നമ്മുടെ ഓർമ്മ നിലനിർത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്ന് നമുക്ക് നോക്കണം. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചങ്കിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ എന്തൊക്കെയാണ് എന്നും കൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റോട്ട് റിഹേഴ്സൽ. ഓക്കെ, ആദ്യത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞു പഠിക്കുക എന്ന് പറയില്ലേ, പറഞ്ഞു പഠിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട് മലയാളത്തിൽ അല്ലേ. ഇപ്പം കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മളെ വിടുകയാണെങ്കിൽ പിന്നെ നമ്മൾ 1 കിലോ പഞ്ചസാര, 1 കിലോ മൈദ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകാറില്ലേ. നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്തുകൊണ്ട്, റോട്ട് റിഹേഴ്സൽ എന്നാണ് അതിനെ പറയാം. നമുക്കൊരു കാര്യം കുറച്ച് സമയത്തേക്ക് ഓർത്ത് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആവർത്തിച്ച് പറഞ്ഞു പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരു പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പാചകക്കുറിപ്പ് വായിച്ചു, അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ മറന്നു പോകാതിരിക്കാൻ നമ്മൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ആവർത്തിച്ച് പറയുന്നതിനെയാണ് റോട്ട് റിഹേഴ്സൽ എന്ന് പറയുന്നത്. റോട്ട് റിഹേഴ്സൽ വളരെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ടൂളായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരുപാട് തെളിവുകളുണ്ട് അതിന്. അങ്ങനെ പഠിച്ചിട്ട് മറക്കാതെ ഓർമ്മിക്കാൻ സാധിക്കാറുണ്ട് ആളുകൾക്ക്. നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മറ്റുമൊക്കെ നമ്മൾ പഠിക്കാറില്ല, ആവർത്തിച്ച് പാടിയിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ, അതുപോലെ തന്നെ. ഓക്കെ, നൗ ഇലാബറേറ്റീവ് റിഹേഴ്സൽ. Elaborative rehearsal is a method of relating new informations to something that we already know. Elaborative rehearsal demands a deeper and more meaningful processing of new information than does simple rote repetition. This strategy would help to memorize and remember information learned for a fairly longer period of time. ഇലാബറേറ്റീവ് റിഹേഴ്സൽ നമ്മൾ സാധാരണ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചാൾസ് ബബേജ് എന്ന് പറയുന്നതിന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാൾസ് കാബേജ് തോരൻ കഴിച്ചു എന്ന്
ഒക്കെ ഓർക്കാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. കാരണം നമ്മൾ ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ്റെ കൂടെ ഒരു ന്യൂ ഇൻഫർമേഷൻ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന സംഭവം എന്ത് ചെയ്യുകയാണ്, ചേർത്ത് വെക്കുകയാണ്. ഒരു ക്ലബ്ബിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് മറക്കത്തില്ല. ക്യാബേജ് എന്നുള്ളത് വേഗം ഓർക്കുമല്ലോ. അപ്പം ചാൾസ് ബബേജ് മറക്കില്ല. അതൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അതുപോലെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന പലരും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില വാക്കുകൾ ഓർക്കാൻ വേണ്ടിയിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള നാടൻ ഭാഷയിലുള്ളതോ തങ്ങൾക്ക് മുൻപേ അറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുക. വർഷങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡേറ്റ്സ് ഓർക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഡേ ഓഫ് ബർത്തോ ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. അപ്പോൾ ഇതിനെയാണ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലാബറേറ്റീവ് റിഹേഴ്സൽ ഇസ് ദ മെത്തേഡ് ഓഫ് റിലേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ടു സംതിങ് ദാറ്റ് വി ഓൾറെഡി നോ. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ. നൗ ചങ്കിങ്. Chunking method is helpful in remembering especially the numbers. In this method, the individual, instead of trying to remember all of them all together, splits it into chunks of say 3 or 2 or convenient form of chunking for easy memorization. ഈ ചങ്കിങ് എന്ന് പറയുന്ന സംഭവം നമ്മളെല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്. 5493 എന്ന നമ്പർ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പ്രയാസമായി തോന്നും. അപ്പോൾ 5493 എന്ന് പറയാറില്ല നമ്മൾ. അപ്പോൾ 2 നമ്പേഴ്സ് കണക്ട് ചെയ്ത് അങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട്. അത്തരം ഒരു രീതിക്കാണ് ചങ്കിങ് എന്ന് പറയുക. സാധാരണ നമ്പേഴ്സ് പഠിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ. ഈ രണ്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ 3 നമ്പേഴ്സോ ക്ലബ് ചെയ്ത് പറയും. 5492 എന്ന് പറയുന്നതാണോ 5493 എന്ന് പറയുന്നതാണോ എളുപ്പം എന്നുള്ള രീതിയിൽ. ഓക്കെ. അങ്ങനെ ഒന്ന് നിങ്ങൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് പേരുണ്ട് ചങ്കിങ്. ഓക്കെ. അപ്പം ചങ്കിങ് ഇസ് ദ മെത്തേഡ് which is helpful in remembering especially the numbers. In this method, the individual, instead of trying to remember all of them all together, splits it into chunks of say 3 or 2 or convenient form of chunking for easy memorization. Okay. Next is keyword method. കീവേഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചില വാക്കുകൾ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ ഭയങ്കര പ്രയാസം തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു സംഭവത്തിൻ്റെ പിക്ചർ നമ്മുടെ മനസ്സിൽ ആലോചിച്ച് വെക്കും. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഗതിയെയോ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ഈ വേർഡ് യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ സംഭവം ഓർത്താൽ മതി. ഇപ്പം മുഖർജി എന്ന് പറയുന്നൊരു വാക്കിനോട് ഒരു മൂക്കൊക്കെ നീണ്ട ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു മൂക്കിനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാണ്. മൂക്കാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക മുഖർജി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ, പെട്ടെന്നൊന്നും തോന്നിയില്ല, അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ പലപ്പോഴും പല സംഭവങ്ങളും പല കാര്യങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഓർമ്മിച്ച് വെക്കാൻ ശ്രമിക്കാറുണ്ട്, എക്സ്പെഷ്യലി പിക്ചേഴ്സിൻ്റെ രൂപത്തിൽ. അതിനെയാണ് നമ്മൾ കീ മെത്തേഡ് എന്ന് പറയുന്നത്, കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കീ വേർഡിനെയാണ് നമുക്ക് പരിചയമുള്ള മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് കീവേഡ് മെത്തേഡ്. Next is Loci method. Loci is a Latin word which means location of or place. Loci method is an encoding technique which creates visual associations between already memorized places and new items or words that are to be memorized. പുതിയ വാക്കുകളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ഓർമ്മിക്കണമെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ലൊക്കേഷൻസ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ലോക്കി മെത്തേഡ്. ഇതും നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. എക്സ്പെഷ്യലി ഇതൊക്കെ ഈ PSCക്ക് പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ടെക്നിക്കുകളാണ്. കോഡ്സ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുന്നത് അവരാണ് സാധാരണഗതിയിൽ. അപ്പം ഇത്രയുമാണ് നമ്മുടെ മെമ്മറി ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. സോ
ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.